ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട്. ഈ ചർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ ഇനി അങ്ങോട്ട് 5 വർഷം ആരായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നൊരു ചോദ്യം. യഥാർത്ഥത്തിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകേണ്ടിയിരുന്നത് CPM-നേറ്റ ഇടതുപക്ഷത്തിനേറ്റ വലിയ പരാജയമായിരുന്നു. എന്തുകൊണ്ട് 35ലേക്ക് അവർ ചുരുങ്ങിപ്പോയി എന്ന ചോദ്യങ്ങളായിരുന്നു. അതിന് കാരണക്കാർ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിൻ്റെ ഒരു അവലോകനവും ചർച്ചയും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിനുള്ള ചാൻസ് എന്തായാലും കോൺഗ്രസ് നൽകിയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വലിയ ചർച്ച അവിടെ ദിവസങ്ങളോളം തുടരുന്നത് എന്തായാലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം ആണ്. കാരണം അവരുടെ തോൽവി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ചുരുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. പക്ഷേ ഇതാണ് പുറമേക്കുള്ള സാഹചര്യമെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് CPM-ന്റെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് CPM-ന്റെ നേതൃയോഗങ്ങൾ സംസ്ഥാന തലത്തിൽ നടന്നു. അതിനുശേഷം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നലെയും ഇന്നുമായാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ തോൽവി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആര് ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പരാജയം ചർച്ച ചെയ്തു എന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ വ്യക്തമാക്കി. CPM പോളിറ്റ് ബ്യൂറോ അംഗം ആയ പിണറായി വിജയൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പരസ്യ പ്രതികരണം ഒറ്റവാക്കിൽ പിന്നീട് കാണാം എന്ന തരത്തിൽ പറയുന്ന ഒരു ദിവസം കൂടിയാണ്. ഇതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവന മാത്രമാണ് പുറത്തു വന്നിരുന്നത്. അപ്പോൾ എന്താണ് CPM-ൽ നടക്കുന്ന ചർച്ചകൾ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെപ്പറ്റി പരിശോധന നടത്തും എന്ന് MA ബേബി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. LDF-ന് നേരിട്ട തിരിച്ചടി ഇന്ന് PB ചർച്ച ചെയ്തു എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. വലിയ തിരിച്ചടിയാണ് നേരിട്ടത്, അത് PB യോഗത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തു എന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. അതിനെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്തും എന്നതാണ് CPM ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിശദമായി തന്നെ ഈ തോൽവിയിൽ പഠനം നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അതൊരു വലിയ തിരിച്ചടിയാണ് എന്ന കാര്യവും പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം MA ബേബി സമ്മതിക്കുന്നു. BJP സംസ്ഥാനത്ത് 3 സീറ്റുകൾ നേടിയതിനെക്കുറിച്ചുള്ള വിഷയവും ചർച്ചയായി എന്ന് അദ്ദേഹം ഈ യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട കേരളത്തിലാണ് BJP 3 സീറ്റുകൾ നേടിയത്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ ഈ 3ഇടത്തും 2ാം സ്ഥാനത്തെത്തിയ ഇടതുപക്ഷം ശക്തമായ മത്സരമാണ് നടത്തിയത് എന്നതും അദ്ദേഹം സൂചിപ്പിക്കുന്നു. കേരളത്തിലെ തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഒറ്റയ്ക്കേറ്റെടുക്കേണ്ട കാര്യമില്ല എന്നതാണ് ഇന്ന് MA ബേബി ഈ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പാർട്ടി ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പരാജയത്തെപ്പറ്റി തിടുക്കപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നും വിഷയത്തിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പരിശോധന നടത്തുമെന്നും അനുഭാവികൾക്ക് പറയാനുള്ളതും കേൾക്കും എന്നുമാണ് MA ബേബി ഇന്ന് പറഞ്ഞത്. അപ്പോൾ വിശദമായ പരിശോധന നടത്തുന്നു. അവിടെ പിണറായി വിജയന്റെ ചുമലിലേക്ക് ആ തോൽവിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇടുന്നില്ല PB എന്നതുകൂടി കാണണം. ഇത് കൂട്ടായാണ് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അവിടെ ഉണ്ടായ തോൽവി ഒരു വ്യക്തിയുടേത് മാത്രമല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്നത് MA ബേബി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ UDF ഇപ്പോൾ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ല, മറിച്ച് അൺയുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണ് എന്ന ഒരു വിമർശനം ഉണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഐക്യമുണ്ടായിരുന്നുള്ളൂ എന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നേതാക്കളുടെ ഫ്ലെക്സ് ബോർഡുകൾ കീറുന്നു എന്ന കാര്യം കൂടി MA ബേബി ചൂണ്ടിക്കാട്ടി. വിനോദത്തിന് വേണ്ടി കേരളത്തിലെ മനുഷ്യർക്ക് ഇപ്പോൾ ന്യൂസ് ചാനലുകൾ കണ്ടാൽ മതി എന്ന ഒരു വിമർശനം കൂടി CPM ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ആ നിലയിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കത്തെക്കുറിച്ച് MA ബേബി സൂചിപ്പിക്കുകയാണ്. ബംഗാളിൽ കേന്ദ്രത്തിന്റെ സമീപനത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നു. ബംഗാളിൽ കേന്ദ്രം നടത്തിയത് സ്പെഷ്യൽ ഇന്റൻസീവ് റിമൂവലാണ് എന്നതുകൂടി ചൂണ്ടിക്കാട്ടുകയാണ്. അതാണ് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഭവിച്ചത് എന്ന ഒരു കാര്യം കൂടി MA ബേബി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.